മാടായിപ്പാറയിൽ ദേവസ്വം ഭൂമിയിൽ അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. തിരുവോണ ദിനത്തിലാണ് സംഭവം. അനുമതിയില്ലാതെ കൊടികളും ബാനറുകളും ഉയർത്തിയെന്നതാണ് കേസ്. ജൈവവൈവിധ്യ സമ്പുഷ്ടമായ മാടായിപ്പാറയിൽ തിരുവോണ ദിനത്തിലാണ് സംഭവം. ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി 30ഓളം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരാണ് അനുമതിയില്ലാതെ മാടായിപ്പാറയിൽ പ്രവർത്തനം നടത്തിയത്. സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് സ്വമേധയാ കേസെടുത്തു. അനുമതിയില്ലാതെ കൊടികളും ബാനറുകളും ഉയർത്തിയെന്നതാണ് കേസ്. പബ്ലിക് ടെമ്പിൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ടി മുരളീധരനും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ മാടായിപ്പാറ സംരക്ഷണ സമിതിയും BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് AV സനൽ ആവശ്യപ്പെട്ടു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഈ സംഘടന മാടായിപ്പാറയിൽ ഇന്നലെ കാണിച്ച ഈ പ്രതിഷേധ പേക്കൂത്തിനെതിരെ നിയമ സംവിധാനവും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയും വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ അറിയുന്നത് കേസെടുത്തു എന്നാണ്. പക്ഷേ അവർക്ക് അത്ര ഒരു ലളിതമല്ലാത്ത വളരെ ഗുരുതരമായ തെറ്റാണ്. എന്ന് വെച്ചാൽ ഭാരതവും അതുപോലെ തന്നെ ഇസ്രായേലും ഉൾപ്പെടെയുള്ള നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളാണ്. അവരുടെ പതാക ഉൾപ്പെടെ കത്തിക്കുക, മറ്റുള്ള ഒരു പലസ്തീൻ്റെ പതാകയുമായി ഇതുപോലെ ടൂറിസം കേന്ദ്രത്തിലേക്ക് ഇരച്ചു കയറുക, നമ്മുടെ ആഘോഷങ്ങൾക്കെതിരെയുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിഷേധാത്മകമായി ഒരു അട്ടിമറി ശ്രമം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഇതിനോടുള്ള ആരോപിക്കാനുണ്ട്. അപ്പോൾ കൃത്യമായി നിയമ സംവിധാനം ഇവർക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ പൊതുപരിപാടികളും ആഘോഷങ്ങളും ഒഴിവാക്കണമെന്നാണ് പൊതുജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.